രാജീവ് ഗാന്ധി വധത്തിന്റെ ആസൂത്രകനായ ശിവരശന് ബോംബ് നിർമ്മാണത്തിനായി ബാറ്ററി വാങ്ങി നൽകിയതാണ് പേരറിവാളിനെതിരെയുള്ള പ്രധാന കുറ്റം. ബാറ്ററി നൽകിയത് താനാണെങ്കിലും വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന് പേരറിവാളൻ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി രേഖപ്പെടുത്താൻ വിട്ടുപോയെന്നും പിന്നീട് തിരുത്താൻ അവസരം ലഭിച്ചില്ലെന്നുമാണ് CBI SP ആയിരുന്ന ത്യാഗരാജൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. At that time, when the confession was recorded, when the investigation was still not complete, we were not sure whether what he says was true. So at that stage, I thought it fit not to record that particular sentence, but at the same time, I did not record that Sivarasana told him specifically that this is the purpose and Rajiv Gandhi was going to be assassinated. Nowhere in the statement this figure. SP ത്യാഗരാജൻ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി പേരറിവാളൻ മാധ്യമം ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു. അതേസമയം ത്യാഗരാജന്റെ വെളിപ്പെടുത്തൽ പേരറിവാളൻ നിരപരാധിയെന്ന തന്റെ വാദം ശരിവയ്ക്കുന്നതായി പേരറിവാളന്റെ അമ്മ അർപ്പുത അമ്മാൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കുറ്റസമ്മതമൊഴി നൽകിയിട്ടില്ലെന്നും അന്വേഷണ സംഘം തയ്യാറാക്കിയ മൊഴിയിൽ നിർബന്ധപൂർവ്വം ഒപ്പിടിവയ്ക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. எல்லாம் அவங்க எழுதி வச்ச பேப்பர்ல மிரட்டி அடிச்சு கையெழுத்து வாங்கினதுதான். இது கூட நாளைக்கு ஏதாவது வெளிப்படும். மக்கள் மத்தியில போறேன் நான். என் பையன் நிரபராதி, நான் சொல்றேன், யாருமே என் பக்கம் குரல் കൊടുക്കില്ലേ. പേരറിവാളിന് പിന്തുണ അഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമെന്നും അർപ്പുത അമ്മാൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ.